6ാം ക്ലാസ് പഠിക്കുന്നൊരു പയ്യൻ 20ാം നൂറ്റാണ്ട് എന്നൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പിൽക്കാലത്ത് മുതിർന്നപ്പോൾ അതേ നായകനെ വെച്ച്, അതേ സ്ക്രിപ്റ്റ് റൈറ്റർ വെച്ച് അതേ സിനിമയുടെ 2ാം ഭാഗം ഉണ്ടാക്കുന്നു. ഇത്രയും ഇച്ഛാശക്തിയും ഭാഗ്യമൊക്കെയുള്ള ചെറുപ്പക്കാരെ വളരെ കുറച്ചുള്ളൂ നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് അമൽ നീരദ്. അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട ജീവിതത്തിൽ നിന്നും ചില നിമിഷങ്ങൾ. രാംഗോപാൽ വർമ്മയുടെ ഒരു സ്കൂളിൽ നിന്നാണല്ലോ അമലിൻ്റെ വരവ്. ശരിക്കും അവിടെ നിന്നുള്ളൊരു ലേണിംഗ് എന്തായിരുന്നു? ഞാൻ ഒരു രാംഗോപാൽ വർമ്മയുടെ സ്കൂളിൽ നിന്നല്ല, ഞാൻ അവിടെ രാംഗോപാൽ വർമ്മയുടെ പ്രൊഡക്ഷനിലാണ് എനിക്ക് ആദ്യം. അതെ, ഞാൻ ആ പ്രൊഡക്ഷനിൽ 3 സിനിമ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെ പലപ്പോഴും പറയുമ്പോഴത്തേക്ക് ഞാനവിടെ അല്ല അവിടെ ഒരു ഫാക്ടറി ചിലപ്പോൾ കേൾക്കുമ്പോൾ ഫാക്ടറി വർക്കർ എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രമേ അല്ല, ഞാൻ 3 സിനിമ അവിടെ ചെയ്തിട്ടുണ്ട്. ജെയിംസും പിന്നെ ഡർണ സറൂരിയയും ശിവയും. അപ്പം 3 സിനിമ അവിടെ ചെയ്തത് ഒരു ഫാക്ടറിയുടെ ഒരു സിറ്റുവേഷനിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് ഒരു പുതിയ സിനിമോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഒരു നല്ല സ്പേസ് ആയിരുന്നു. എല്ലാവരും ഒരുപാട് പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നമ്മൾ ഫ്രഷർ എന്ന് പറയുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സിനിമ തരല്ല, അങ്ങനെയൊക്കെയുള്ള റിസ്ക് എടുക്കാൻ തയ്യാറുള്ളൊരു ഒരു പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ. സാധാരണ നമ്മൾ ഇവിടുന്നാണ് തുടങ്ങിയിട്ടാണ് ബോളിവുഡിലോട്ട് പോവുക. താങ്കളൊരു റിവേഴ്സ് എഗൻസ്റ്റ് ദ ടൈഡാണ്. അവിടെ നിന്ന് തുടങ്ങി താങ്കൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്തത് സിനിമ ബ്ലാക്ക്. അപ്പോൾ അങ്ങനെ ഒരു മലയാളത്തിലോട്ട് വരാനുള്ളൊരു തിരിച്ച് മലയാളത്തിലേക്ക് തന്നെ ചെയ്യണം അല്ല, ഞാനൊരു ഫിലിം സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫിലിം സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫിലിം സ്കൂൾ ഞാൻ കാൽക്കട്ട ഫിലിം സ്കൂളിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ബെർലിൻ സ്കോളർഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ ഫിലിം സ്കൂളിൽ നിന്ന് ആരും അവരൊരു നാടുകളിലോട്ട് തിരിച്ചു പോയിട്ടില്ല. എന്ന് വെച്ചാൽ പൂനെയിൽ നിന്നും അല്ല കൽക്കട്ടയിൽ നിന്നും മിക്ക സ്റ്റുഡൻസ് ഒരു 99% ബോംബെയിലോട്ട് മാത്രമേ പോകാറുള്ളൂ. രാജീവ് വന്നിരുന്നു, ഞാനും ശരിക്കും വന്നിരുന്നതാണ്, പക്ഷെ ആരും അറിഞ്ഞു. അതല്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് 2 വർഷം ഉണ്ടായിരുന്നു. നമ്മൾ ആഡ്സും സാധനമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ബോംബെ പോരുന്നുള്ള വളരെ നിർബന്ധത്തിലാണ് നാട്ടിലോട്ട് വന്നത്. പക്ഷേ നാട്ടിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ബോംബെ നിന്നാണ് ഒരു ഫസ്റ്റ് വർക്കിന് വിളിച്ചത്. ഓക്കെ, ബിഗ് ബി വാസ് എ മൂവി ശരിക്കും മലയാളികൾ കാണാത്ത, മേ ബി ഹോളിവുഡിൽ കാണുന്ന ചില ഫ്രെയിംസും ഷോർട്ട്സും ദ കളർ ആൻഡ് കൈൻഡ് ഓഫ് അന്ന് അത് ഒരുപാട് കഥയേക്കാൾ കൂടുതൽ ക്രാഫ്റ്റ് ഓഫ് ദ മൂവി ആയിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സാഗർ ഏലിയസ് ജാക്കി നോക്കുകയാണെങ്കിലും യു ഹാവ് ദ കമ്പോസിഷൻ ഓഫ് ഈ ഷോട്ട് ആൻഡ് എവറിത്തിങ് ഈസ് ഭയങ്കര പ്രോമിനൻ്റ് ആണ്. അപ്പോൾ ഈ ഷോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള കാരണം എന്താ സിനിമയിൽ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സിനിമ ഒരു എന്താ പറയുക, ഒരു ഓഡിയോ വിഷ്വൽ മീഡിയമാണ്. അപ്പോൾ ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഷോർട്ട് ടേക്കിംഗ് ആണ്. അതിൻ്റെ ഒരു വേർഡ്സ് വെച്ചിട്ട് നമ്മൾ സാഹിത്യം എഴുതുന്നത് പോലെ ഷോർട്സ് വെച്ചിട്ടാണ് സിനിമ എഴുതുന്നത്. പിന്നെ എനിക്കൊരു ഞാൻ ചെറുപ്പത്തിൽ നിന്ന് കോമിക്സ് വായിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ ഇപ്പോഴും കോമിക്സ് വായിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കോമിക്സിൽ നിന്ന് ഞാൻ ഗ്രാഫിക് നോവലിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു എവല്യൂഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ഒരു ഓഡിയോ വിഷ്വൽ മീഡിയമാണ് സിനിമ. അപ്പോൾ ഒരു അവകാശവാദമല്ലെങ്കിലും എൻ്റെ 2 സിനിമയിലും വിഷ്വൽ പോലെ തന്നെ സൗണ്ടും ഞങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥ എന്ന് പറയുമ്പോൾ സാഗർ ഏലിയസ് ജാക്കി 20ാം നൂറ്റാണ്ടിൻ്റെ സെക്കൻഡ് പാർട്ടെല്ലാം താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഥ ഡയലോഗ് അല്ലാതെ ഒരു കഥ കൊണ്ടുപോവാം എന്നുള്ള ഒരു സിനിമ ചെയ്യണം എന്നുള്ള, അപ്പോൾ അതിൽ ഒരുപാട് അന്ന് ഒരു വെൻ യു നറേറ്റ് ദി സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരുടെ ടീമിൽ സംസാരിക്കുമ്പോൾ പ്രശ്നം വന്നിട്ടുണ്ട്. സാഗർ ഏലിയസ് ജാക്കിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ SN സ്വാമിയാണ്. അപ്പോൾ സ്വാമി സാറിൻ്റെ ഇപ്പോൾ 20ാം നൂറ്റാണ്ട് നോക്കിയാലും എനിക്ക് തോന്നുന്നു 20ാം നൂറ്റാണ്ടിലും ഇങ്ങനെ കുറേയധികം ഡയലോഗുകളില്ല. ഉള്ളതല്ല ഇതല്ല, അത് ആക്ഷനും അല്ലെങ്കിൽ വൺ ലൈനേഴ്സും ആണ് ഉള്ളത്. ഈ പറയുന്ന ഓരോ 20ാം നൂറ്റാണ്ടിലെ ഹിറ്റ് ഡയലോഗ് ഒറ്റ ഡയലോഗാണ്, അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസ് ആണ് ഡയലോഗ്. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണെന്ന് തോന്നുന്നു മലയാളത്തിൽ വലിയ ഡയലോഗുകളുടെ സിനിമകൾ വന്നത്. അപ്പോൾ എനിക്ക് അതെ, അപ്പം SN സ്വാമി സാറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധനം എഴുതുക എന്നുള്ളത് ഈസി ആയിരുന്നു. കാര്യം അദ്ദേഹവും എനിക്ക് തോന്നുന്നു 20ാം നൂറ്റാണ്ടിൻ്റെ സമയത്തും അങ്ങനൊരു സ്കൂളിൽ നിന്നുള്ളതുകൊണ്ട് പുള്ളിയും വൺ ലൈനേഴ്സിൻ്റെ ഇതിലാണ് പോയിട്ടുള്ളത്. നിങ്ങൾ ഈ അദ്ദേഹം വളരെ എന്താ പറയുക, വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററും താങ്കൾ ഒരു സത്യം വേണ്ടു. അപ്പോൾ അതിൽ താങ്കളാണെങ്കിൽ വളരെ ഫ്രഷ് ആൻഡ് റൈറ്റ് ഫ്രം ബോംബെ അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ എങ്ങനെയും പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്, ഇങ്ങനെ വേണം അങ്ങനെ വേണം? ഇല്ല, പ്രശ്നങ്ങളല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല രീതിയിലുള്ള സജഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സാമി സാർ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ടൈം ഇൻഡസ്ട്രി കാണിക്കുന്ന തന്നെ പുള്ളിക്ക് പുതിയ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഏതൊരു ജുവനൈലായിട്ടുള്ളൊരു പാർട്ടിയായിട്ടും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ എളുപ്പമായിരുന്നു. ബിഗ് ബിയും സാഗർ ഏലിയസ് ജാക്കിയും ഈ രണ്ട് സിനിമയിലും ഒരു ഫിലിം മേക്കിങ്ങിലെ ഡിഫറൻസ് എന്താണ്? ബിഗ് ബി ഒരു കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കോഷ്യന്റ് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഗർ ഏലിയസ് ജാക്കി ശരിക്കും അങ്ങനെ ഒരു ഇമോഷണൽ കോഷ്യന്റ് ഇല്ല എന്ന് വെച്ചാൽ ഓൾറെഡി ഇല്ല. കാര്യം എന്ന് വെച്ചാൽ സാഗർ ഏലിയസ് ജാക്കി ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട് സീക്വൽ ആയതുകൊണ്ട് ആ കഥാപാത്രം പിന്നെയും വരുന്നുണ്ട്. ആ കഥാപാത്രത്തിന്റെ എല്ലാ കാര്യവും നമുക്ക് കഴിഞ്ഞ പടത്തിൽ അറിയാവുന്നതാണ്. കഥാപാത്രത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഇമോഷണൽ കോഷ്യന്റ് ആയിട്ടുള്ള അമ്മ കഴിഞ്ഞ പടത്തിൽ കൊല്ലപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇനി അതിന്റെ ഒരു ഇമോഷണൽ കോഷ്യന്റിൽ പിടിച്ചുകൊണ്ട് നമുക്ക് പോകാവുന്ന ഒരു ക്യാരക്ടർ അല്ല. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 20-ാം നൂറ്റാണ്ട് കണ്ടേക്കണല്ലേ. അതിനുശേഷം ഇപ്പം ഈ സിനിമ ചെയ്യാനായിട്ട് തോന്നുമ്പോൾ അന്ന് ശരിക്കും കൈയടിച്ച് പ്രേക്ഷകനായിരുന്നു അല്ലേ. പിന്നെ ഇത് സാഗർ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിന് 20-ാം നൂറ്റാണ്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ളൊരു ഫാക്ടറും വേണ്ട എന്നുള്ള ഫാക്ടറും? എന്ന് വെച്ചാൽ കൊണ്ടുവരണമെന്നുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20-ാം നൂറ്റാണ്ട് അന്നും ചിലപ്പോൾ കണ്ടിരുന്ന ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എൻ്റെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനറേഷൻ 20-ാം നൂറ്റാണ്ട് അന്നും ഇഷ്ടപ്പെട്ടിരുന്നൊരു ജനറേഷൻ ആയിരിക്കും. അപ്പോൾ അന്നും ഇഷ്ടപ്പെട്ടിരുന്നത് ഈ ഇപ്പോൾ എൻ്റെ പോലത്തെ ഒരു ജനറേഷനോ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഒരു ടീനേജ് ക്രൗഡോ ആണ് സിനിമ ഇഷ്ടപ്പെട്ടത്. അപ്പം 20-ാം നൂറ്റാണ്ടിൻ്റെ പഴയ ഓഡിയൻ ചിലപ്പോൾ ഇപ്പോൾ ഉള്ളത് 35 വയസ്സുകാരനോ 40 വയസ്സുകാരനോ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു -25 അല്ലെങ്കിൽ -20 ഒരു ക്രൗഡ് അവർക്ക് ശരിക്കും സാഗർ ഏലിയസ് ജാക്കിയായിട്ട് നമുക്കുള്ള അത്രയും ബന്ധമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ പല പുതിയ ടീനേജ് പിള്ളേർ ഇങ്ങനെ വന്നിട്ട് കാണുമ്പോൾ സാഗർ ഇത് മറ്റേ ടി വിയിൽ ഉള്ള പടമാണെന്ന് പറയുന്നത് അവർ ടി വിയിൽ കണ്ടിട്ടുള്ള ഒരു പടം മാത്രമാണ്. അപ്പോൾ എനിക്ക് ആ ഓഡിയനെ ഈ ഹീറോയെ മാറ്റണം എന്ന് വെച്ചാൽ ആ ഓഡിയന് വേണ്ടിയുള്ള ഹീറോ ആക്കണമെന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. രണ്ട് സിനിമയിലും രണ്ട് സൂപ്പർ സ്റ്റാർസിനെ അഭിനയിപ്പിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി ആസ് ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് ഓഫ് ഒരു ഭയങ്കര അതന്നെ ഒരു വലിയ ടെൻഷനുള്ള കാര്യമായിരിക്കും അല്ലേ, രണ്ടും മെഗാ ആൾക്കാരെ കൂടുതൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ? I got like all kind of positive vibes from both of them. ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ വളരെ ശൈശവത്തിലുള്ളൊരു ഫിലിം മേക്കറാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു സെക്കൻഡ് ഫിലിമാണ്, 2 സിനിമകളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് വർക്ക് ചെയ്തപ്പം രണ്ടുപേരിലൊരു ഡിഫറൻസിലും കൂടുതൽ രണ്ടുപേരിലും ഉണ്ട് ഒരു 100%. ഈ ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് അല്ല എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഇങ്ങനെ സ്റ്റാർസായിട്ട് നിൽക്കുന്നതെന്നും അല്ലെങ്കിൽ അവരുടെ ഒരു മേജറായിട്ടുള്ള അവരൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഓരോ സിനിമയോടും, അത് ഓരോ സിനിമയോടും ഉണ്ട്. അപ്പോൾ എന്നെ പോലത്തെ ഒരാൾക്ക് വളരെ അമച്വറായിട്ട് എന്ന് വെച്ചാൽ തുടങ്ങുന്ന ഒരാൾക്കാർ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ലാത്ത പല കാര്യങ്ങളുണ്ട്, സത്യസന്ധമായിട്ടും ഉണ്ട്. അപ്പോൾ അത് ഇവർ രണ്ടുപേരും എന്നെ ഇഷ്ടംപോലെ നികത്തിയിട്ടുണ്ട്.